നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊച്ചിന് പാലോ ബിസ്ക്കറ്റോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക. അയ്യോ വേണ്ട. സാരില്ല, കൊച്ചിന്റെ കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. വലിയ ഉപകാരം. അയാൾ വന്ന ആ നിമിഷം കുട്ടിയെ ഞാൻ വിളിക്കാം. ശരി. എന്തൊരവസ്ഥ അവരുടേത്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് മോളെ. കൈ കിട്ടുന്നതൊക്കെ കൂട്ടുകാരുടെ കൂടെ കുടിച്ചു തീർക്കും. വീട്ടിൽ പോകുന്നത് തന്നെ ചീത്ത വിളിക്കാനായിരിക്കും. ആ പെണ്ണിന്റെ ഒരു കോലം കണ്ടില്ലേ? തല്ലി തല്ലി അങ്ങനെ ആക്കിയതാവും. അയാളെ അന്വേഷിച്ചു വരുമ്പോ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ പോയി. ദൈവം കൈവിട്ടില്ലെന്നാ കരുതിയേ. എന്നിട്ട് അയാളാ കാർത്തികേയൻ. തൽക്കാലം ഫോൺ എടുക്കണ്ട മോളെ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. എടുക്കാതിരുന്നാ അയാളെ വീട്ടിൽ ചെന്ന് കയറിയാലോ? മുത്തശ്ശിയും പിള്ളേരൊക്കെ പേടിക്കില്ലേ? എടുത്തിട്ട് എന്ത് പ്രയോജനോ? നീ നടക്ക്, വാ വാ മോളെ. ചെന്നിറങ്ങുന്നത് തന്നെ അവന്റെ മുമ്പിലേക്കായിരിക്കും. വരുന്നേ വരട്ടെ അച്ഛാ, നമുക്കെന്തായാലും ഒളിച്ചോടാനൊന്നും പറ്റില്ലല്ലോ. മുതലാളിയുടെ മാനേജറെ വിളിച്ചു പറഞ്ഞു നോക്കാന്ന് ഞാൻ കുറെ തവണ മോളോട് പറഞ്ഞില്ലേ? ഒറ്റ തവണ വിശ്വാസം തെറ്റിച്ചാല് പിന്നെ കാർത്തികേട്ടന് നാട്ടുകാരൊക്കെ പറയുന്നതായിരിക്കും അവർ വിശ്വസിക്കുക. മുതലാളിയെ ചതിച്ചൊന്ന് പേരുകൂടി വേണ്ടല്ലോ. അവനാണോ? ഇനി നോക്കണ്ട, വിളി വന്നോണ്ടേയിരിക്കും. എന്തായാലും ഫോൺ എടുക്കുന്നില്ല. അവിടെ ചെന്നിട്ട് നേരിട്ട് സംസാരിക്കാം. എന്താ എന്താച്ചാ? എന്തോ ഒന്നുമില്ല മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ. നിങ്ങളുടെ മരുമോനും പേരക്കുട്ടിയും കൂടെ നാട് വിട്ടതാണോ തള്ളേ? ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഫോൺ അവളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്നാ. കുഴപ്പമില്ല, മുട്ടാനാണ് അവളുടെ തീരുമാനമെങ്കില് കഞ്ഞികൂടി മുട്ടിക്കുന്നതായി കാർത്തികേയന്റെ ശീലം. ദേ, അച്ഛനും മോളും തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ വണ്ടി കയറ്റി കൊണ്ടുപോകും. പിന്നെ കാർത്തികേയന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാർത്തികേയന്റെ പിള്ളേര് കയറി മേഞ്ഞൂന്നൊന്നും പരാതിയും കൊണ്ടുപോകരുത്. എങ്ങോട്ടാടി? വെള്ളം കുടിക്കാൻ. കുടിക്കണ്ട. നീയൊക്കെ വെള്ളം തായിച്ച് ചത്താലും നിന്റെയൊക്കെ ചേച്ചിയും അച്ഛനും വരാതെ നിന്നടത്ത് നിന്ന് ഒരാളും അനങ്ങില്ല. ഇറങ്ങിക്കടി. ഇവരെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാല് ഈ വീടങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം. എന്റെ ബന്ധുവിന്റെ പറമ്പില് ഇനി ഇവളുമാര് താമസിക്കണ്ട. എന്താ ചെയ്യാ?
മോളെ എന്താ? എന്തിനാ കരയുന്നേ? ഞാൻ പിടിച്ച് തിന്നു. എന്താണ് നീ ഫോൺ എടുക്കാതിരുന്നത്? ഞങ്ങളൊരു യാത്രയിലായിരുന്നു. യാത്രയിൽ എന്താ നിന്റെ ഫോൺ വർക്ക് ചെയ്യില്ലേ? ആ, നീ എവിടെ പോയാലെന്താ, എന്തിനു പോയാലെന്താ? എന്റെ കാശെട്. എന്താടോ കാശിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? എനിക്ക് ഒരു അവധി കൂടി തരണം. അവധിക്ക് അപേക്ഷിക്കാൻ ഞാൻ എന്താടി സർക്കാർ ഓഫീസോ? അല്ലെങ്കിൽ തന്നെ കാശിന് എന്തിനാ അവധി? നീ അധ്വാനിച്ച കാശൊന്നും അല്ലല്ലോ. എന്റെ അടുത്ത് വില പേശി ചുമ്മാ കയ്യിൽ വാങ്ങി വെച്ചോണ്ട് പോയ കാശല്ലേ? എടുത്തോണ്ട് പാടി. കാർത്തിയേട്ട, ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. ഒരു 2 ദിവസം കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരിടത്തിന് ഞാനങ്ങ് കൊണ്ടുപോകും. നീ കാശ് കൊണ്ട് തന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നാ മതി. കാർത്തികേയ, വല്ലാണ്ട് പൊള്ളിയോ? ഈ കാശിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോ പൊള്ളും, ചിലപ്പോ കത്തും. കാർത്തികേട്ട, ഞാൻ കാല് പിടിക്കാം. 2 ദിവസം കൂടി. പറ്റില്ല. നാളെ ഈ നേരത്ത് ഞാൻ വരും. എന്റെ കാശിനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കാർത്തിക വെറുതെ പോവില്ല. അച്ഛനും മക്കളും കൂടി കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും.